ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയപ്പോൾ അതിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യക്കും ഏതൊരു യഥാർത്ഥ ഭാരതീയനും വളരെയധികം സന്തോഷം തോന്നുന്നതും അഭിമാനം തോന്നുന്നതുമായിട്ടുള്ള നിമിഷം ഏതാണെന്നറിയാമോ? എന്നാൽ പാകിസ്ഥാനികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അവർക്ക് വളരെയധികം ഞെട്ടലും വളരെയധികം വിഷമവും തോന്നുന്ന ഒരു നിമിഷമായിരുന്നു ഇന്ത്യക്കാരന് അഭിമാനം തോന്നുന്ന നിമിഷം. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അജ്മൽ കസബിനെ. ഈ അജ്മൽ കസബ് അടക്കമുള്ള ഭീകരവാദികളുടെ തലകൾ വികസിപ്പിച്ചെടുത്ത ആ പ്രദേശം മുഴുവൻ നമ്മുടെ രാജ്യം തുടച്ചു നീക്കി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്ന വിഷയം എന്ന് പറയുന്നത്. അതായത് കസബ്, ഡേവിഡ് തുടങ്ങിയ തീവ്രവാദികൾക്ക് പരിശീലനം ലഭിച്ച, അവരെ തീവ്രവാദികളാക്കി വളർത്തിയെടുത്ത മർക്കസ് ഓപ്പറേഷനിൽ സിന്ദൂരിൽ സമ്പൂർണ്ണമായി തുടച്ചു നീക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും അധികം അഭിമാനം തരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം പാകിസ്ഥാനിൽ ഈ മദ്രസകളും യൂണിവേഴ്സിറ്റികളും അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു സിറ്റി തന്നെ അവർ തുടങ്ങും. അതിനകത്ത് കുട്ടികൾ പഠിക്കാൻ പോകും. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്നത് ഭീകരവാദവും ഇന്ത്യ വിരുദ്ധതയും മറ്റ് മതങ്ങളിലെ ആൾക്കാരോടുള്ള വിരുദ്ധതയുമാണ് അവിടെ പഠിപ്പിക്കാൻ, അവരെ കൊല്ലാനാണ് അവിടെ പഠിപ്പിക്കാൻ അവിടെ പഠിപ്പിക്കുന്നത് പ്രധാനമായിട്ടും. അത്തരത്തിലുള്ള ഒരു മർക്കസ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. അജ്മൽ കസബിൻ്റെ സ്കൂളാണത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയല്ലോ. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ താമസിക്കുന്ന മുരിദ്കയെയും സൈനിക നടപടിയുടെ പരിധിയിൽ കൊണ്ടുവന്നു. മുരിദ്കയിലെ മർക്കസ് തയ്യിബ ക്യാമ്പാണ് സൈന്യം പൊളിച്ചു മാറ്റിയത്. ഭീകരരായിട്ടുള്ള അജ്മൽ കസബിനും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കും പരിശീലനം നൽകിയ അതേ സ്ഥലമാണിത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, അഭിമാനിക്കേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ മടങ്ങി പോവുകയില്ല. പക്ഷെ അത് ചോദിക്കാൻ ഒരു നരേന്ദ്രമോദി വേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് നിരവധി വീഡിയോകൾ പുറത്തു വന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോഴിത് ഒരു പാകിസ്ഥാൻ ആരാധകന്റെ പുതിയ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഈ പുതിയ വീഡിയോ ലഷ്കറിന്റെ ആസ്ഥാനമായിട്ടുള്ള മർക്കസ് തൈബാനയിൽ നിന്നുള്ളതാണെന്നാണ് അവകാശപ്പെടുന്നത്. കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ തകർന്നതായി വീഡിയോയിൽ വ്യക്തമായി കാണാം. മർക്കസ് ക്യാമ്പസിൽ ലഷ്കറി ഭീകരർ ഇന്ത്യൻ ഭീകര പ്രവർത്തനങ്ങൾക്കായി പരിശീലനം നേടിയിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. ആ വീഡിയോ ഞങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. കോപ്പിറൈറ്റിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മറ്റു വയലേഷനുകൾ ഒന്നുമില്ലെങ്കിൽ നമ്മളത് കാണിക്കുന്നതുമാണ്. എന്തായാലും ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂർ വമ്പൻ വിജയമായിരുന്നു. പാകിസ്ഥാന്റെ നട്ടലൊടിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതിലും വലിയ ഒരു തെളിവ് വേണ്ട എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കീഴിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം വ്യോമാക്രമണം നടത്തിയതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആക്രമണം ഈ ബഹാവൽപൂരിലെയും ഈ മർക്കസിലെയുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 25 മിനിറ്റ് നീണ്ടുനിന്ന ഓപ്പറേഷനിൽ 24 മിസൈലുകൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകരവാദ ക്യാമ്പുകൾ തകർത്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യയുടെ ഈ നടപടിയിൽ ഇന്ത്യയിലെ ജനങ്ങൾ സംതൃപ്തരാണ് എന്നാണ് ഇപ്പോൾ സർക്കാർ കരുതുന്നത്. ഇതിനു പുറമെ നിരവധി ബോളിവുഡ് നടന്മാരും ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് മോഹൻലാൽ അടക്കമുള്ള നടന്മാരും ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.